വിധക്കാരൻ്റെ ഉമ്മയെ വഴിയിൽ വീണ വിത്തിൻ്റെ വ്യാഖ്യാനം ചോദിച്ചപ്പോൾ ഈശോ പറഞ്ഞത്, വിധിക്കപ്പെടുന്ന തിരുവചനം ദുഷ്ടശക്തികൾ, പൈശാചി ശക്തികൾ നശിപ്പിക്കുന്നതുകൊണ്ട് പല കൺവെൻഷനിൽ പങ്കെടുത്തിട്ടും ധ്യാനത്തിൽ പങ്കെടുത്തിട്ടും ബൈബിൾ വായിച്ചിട്ടും അവരുടെ ആധ്യാത്മിക ജീവിതം പുരോഗതി പ്രാപിക്കുന്ന ഒരു വരൾച്ച അനുഭവപ്പെടുത്തി. ഒരു വാക്ക് പോലും ഈശോ തമാശ പറഞ്ഞിട്ടില്ല, മാറ്റിക്കളയാൻ ഒന്നുമില്ല. കാരണം ഈശോ പറയും സത്യം സത്യമായി. അതിൻ്റെ അർത്ഥം കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല, വെട്ടി നീക്കം ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എവിടെയെല്ലാം നന്മ ഉണ്ടാകുന്നുണ്ടോ, എവിടെയെല്ലാം ദൈവത്തിൻ്റെ എളിമയിൽ പ്രവർത്തിക്കുന്നുണ്ടോ, അവിടെയെല്ലാം ശക്തികൾ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് വിരസത തോന്നുക, പ്രസംഗിക്കുന്ന വ്യക്തിയോട് പക്ഷേ അകാരണമായിട്ട് വെറുപ്പ് തോന്നുക, അല്ലെങ്കിൽ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യുക്തിവാദികളുടെയോ നിരീശ്വരവാദികളുടെയോ പഴയ പ്രസംഗം നമ്മുടെ തലയിൽ വായിച്ച പുസ്തകത്തിലെ ചില ആശയങ്ങൾ ദൈവജനത്തിന് എതിരായിട്ട് നമ്മളെ നയിക്കാൻ ചില സാധ്യതയുണ്ട്. ഇപ്പം പിശാച് എന്ന് പറയുമ്പോൾ പദാർത്ഥ രഹിത ജീവികളാണെങ്കിൽ അവയിൽ നിന്നുള്ള സംരക്ഷണത്തിന് വേണ്ടി ദൈവം നമുക്ക് മാലാഖമാരെ നിയോഗിച്ചിട്ടുണ്ട്. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. അങ്ങനെ ശക്തി കണ്ടുകൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ. ദുഷ്ടശക്തി എൻ്റെ ആധ്യാത്മിക പുരോഗതിക്ക് തടസ്സം നിൽക്കുന്നതായിട്ട് കണ്ടുകൊണ്ട് വേണം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ. നമുക്ക് പ്രാർത്ഥിക്കാം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ, യുദ്ധത്തിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. പിശാചിന്റെ സകല ദുഷ്ടതയിലും ഗണിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. അവനെ ശാസിക്കണമേ എന്ന് ദൈവത്തോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സ്വർലോക സൈന്യാധിപനായ വിശുദ്ധ മിഖായേലേ, ആത്മാക്കളെ നശിപ്പിക്കുന്നതിനു വേണ്ടി ചുറ്റി നടക്കുന്ന സാത്താനെയും മറ്റെല്ലാ ദുഷ്ടഭൂതങ്ങളെയും ദൈവശക്തിയാൽ നരകത്തിൽ തള്ളി താഴ്ത്തണമേ. അതുപോലെ അർത്ഥവത്തായ മറ്റൊരു വചനമാണ്, വചനം പ്രസംഗിക്കുന്ന വ്യക്തിക്കും പരിശുദ്ധാത്മ അഭിഷേകം വേണം. അതായത് പരഹൃദയജ്ഞാനം. പരഹൃദയജ്ഞാനം എന്ന് പറയുമ്പോൾ ഓരോ വചനം പ്രസംഗിക്കുമ്പോൾ ഇരിക്കുന്ന വ്യക്തിയെക്കുറിച്ച് വ്യക്തിപരമായിട്ട് എനിക്ക് അറിയില്ലെങ്കിലും അവർക്ക് വേണ്ട സന്ദേശം നിർവഹിക്കാനായിട്ട്. അതുപോലെ തന്നെ ശ്രോതാക്കളും ദൈവജനം ഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ആവശ്യമാണ്. ലൂക്കായുടെ സുവിശേഷം 24:45 നമ്മൾ ഇതിനെക്കുറിച്ച് കാണുന്നത്. വിശുദ്ധ ഗ്രന്ഥം ഗ്രഹിക്കാൻ തക്ക വിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. ഇനി പ്രസംഗിക്കുന്ന വ്യക്തി കുറെ അഭിഷേകം പ്രാപിച്ചത് മാത്രം ഫലമുണ്ടാകണമെന്നില്ല. ദൈവത്തിന്റെ പുത്രൻ അത്ഭുതം പ്രവർത്തിച്ചപ്പോൾ, അപ്പം വർദ്ധിപ്പിച്ചപ്പോൾ 5000 പുരുഷന്മാരുണ്ടായിരുന്നു ഭക്ഷിക്കാനായിട്ട്. വിശുദ്ധ കുർബാനയെ കുറിച്ച് പ്രസംഗിച്ചപ്പോൾ ആൾക്കാർ എഴുന്നേറ്റ് പോകാൻ തുടങ്ങി. 12 അപ്പോസ്തലന്മാർ മാത്രമാണ്. അത് യേശുവിൽ പരിശുദ്ധാത്മാവ് ഇല്ലാത്തതുകൊണ്ടല്ല, യേശുവിൽ ദൈവ അനുഭൂതി ഇല്ലാത്തതുകൊണ്ടല്ല, യേശു ദൈവമല്ലാത്തത് കൊണ്ടല്ല. അപ്പൊ ഈ കൂട്ടർക്കും ഈ ഒരു നിറം ആവശ്യമാണ്. നമുക്ക് എങ്ങനെ പ്രാർത്ഥിക്കാം? പരിശുദ്ധാത്മാവേ വരണമേ, അങ്ങേ ഇഷ്ടദാസിയായ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാൽ എഴുന്നള്ളി വരണമേ. എന്നിൽ വന്ന് വസിക്കണമേ, നവീകരിക്കണമേ, ശുദ്ധീകരിക്കണമേ, ശക്തീകരിക്കണമേ, നയിക്കണമേ. ഇപ്പൊ നമ്മുടെ ഈ കുന്നിന്റെ മുകളിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നവര് വലിയ ജനക്കൂട്ടം പ്രതീക്ഷിച്ച കാര്യമില്ല. നമ്മുടെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത് ജനക്കൂട്ടത്തിന് വേണ്ടി മാധ്യസ്ഥം വഹിക്കുക എന്നുള്ളതാണ്. വിശുദ്ധ പത്രോസ്ലീഹയോട് യേശു പറഞ്ഞു, സിമിയോൻ സിമിയോൻ, സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരങ്ങളെ ശക്തിപ്പെടുത്തണം. സമർപ്പിതരുടെ ഇടയിൽ നിന്നുണ്ട്, കുടുംബത്തിൽക്കാരുടെ ഇടയിൽ നിന്നുണ്ട്, വിവിധ സഭാവിശ്വാസികളുണ്ട്. നമ്മളൊക്കെ അതിൽ ചെറിയ ഗ്രൂപ്പിനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ലോകം മുഴുവനും വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കടന്നു വരുന്നവരെ സമർപ്പിക്കാം, വിവിധ സഭാവിശ്വാസികളെ സമർപ്പിക്കാം. നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്ന തുടക്കം ആയിരിക്കുന്ന പ്രതിസന്ധികളെ മനസ്സിൽ കണ്ട് എല്ലാത്തിനും ദൈവത്തിന്റെ സഹായം ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൈവത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
പരിശുദ്ധാത്മാവിന്റെ സ്തുതി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദയവായിരിക്കും. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഏതാണ്ട് നോക്കയുടെ പെട്ടകം പോലെയാണ് തോന്നുന്നത്. ദൈവം സൃഷ്ടിച്ച സകലത്തിൽ നിന്നും ഈ രണ്ടാന്തരം പെട്ടകത്തിൽ കയറ്റിയിരുന്നു. അതുപോലെ എല്ലാ വ്യക്തികളെയും പ്രതീകോടിയുണ്ട്, സമർപ്പിതരുണ്ട്, കുടുംബജീവിതക്കാരുണ്ട്, അങ്ങനെ വിവിധ തുറയിൽ പ്രവർത്തിക്കുന്നവരെ ദൈവം ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണല്ലോ. 1 പത്രോസ് 5:6-7 തിരുവചനം വായിച്ചിട്ടുണ്ട്, ധ്യാനിച്ചിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ ശക്തമായ കരങ്ങൾക്ക് കീഴിൽ താഴ്മയോട് നിൽക്കുകയും തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളും. പക്ഷേ ഇങ്ങനെയൊരു ഉയർത്തലിനെ കുറിച്ച് ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. വർഷങ്ങൾക്ക് മുൻപ് ഞാൻ വന്നപ്പോൾ താഴെ ആശ്രമത്തിലേക്കായിരുന്നു, അവിടെയായിരുന്നു കൺവെൻഷൻ. ഇന്ന് ഞാൻ നടന്നു പരിചയമുള്ള സ്ഥലമായതുകൊണ്ട് മല്ലപ്പള്ളി ബസ് ഇറങ്ങി കാലത്ത് മുതൽ ഇരിപ്പല്ലേ നടക്കാമെന്ന് ഓർത്ത് നടന്ന് ആശ്രമത്തിൽ വന്നപ്പോൾ അവിടെ ഒരു കൺവെൻഷൻ്റെ കോളൊന്നും കാണുന്നില്ല. ഈ കൺവെൻഷൻ സൂക്ഷിച്ചു പോയോ? പലതും അങ്ങനെ കാണാം. ലക്ഷങ്ങളിൽ തുടങ്ങി ചുരുങ്ങി 50, 100 ചുരുങ്ങിയിലായിരിക്കുമെന്നുള്ളൂ. ഒരു ചേട്ടൻ പറഞ്ഞിങ്ങനെ ഇവിടെയാണ്. അന്ന് താഴെയായിരുന്നു ആശ്രമത്തിൽ ചെറിയ ശുശ്രൂഷ. ഇന്നത് ഉയർത്തി കുന്നിൻ്റെ മുകളിലേക്ക് ഉയർത്തി. ആത്മീയമായിട്ട് മാത്രമല്ല, കർത്താവ് ഇങ്ങനെയും ഉയർത്തുമെന്ന് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. ഇനി ബഹുമാനപ്പെട്ട അച്ഛനോട് ചോദിച്ചിട്ട് പോകേണ്ടി വരും. അടുത്ത പ്രാവശ്യം വരുമ്പോൾ എവിടെയായിരിക്കും ഇതിനേക്കാൾ വലിയ മലയുണ്ടെങ്കിൽ അങ്ങോട്ട് ആദ്യം ചെന്ന് അന്വേഷിച്ചേ പിന്നെ താഴേക്ക് വരുള്ളൂ. ഹല്ലേലൂയ. വചനം പറയുകയാണ് റോമ 13:11. ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. നിദ്ര വിട്ട് ഉണരേണ്ട മണിക്കൂറിലാണ്, ദിവസത്തിലല്ല, ആഴ്ചയിലല്ല, മണിക്കൂറിലാണ് നമ്മൾ കഴിയുന്നത്. നമ്മൾ പലപ്പോഴും കാലാപുറക്കുന്നവരെല്ലാം നമുക്ക് കുറേ വൈകിയ ബോധോദയം ഉണ്ടാകും. മൂക്കറ്റം മുങ്ങി കഴിയുമ്പോഴാണ് നമുക്ക് പലപ്പോഴും ബോധോദയം ഉണ്ടാകും. അപ്പം അതുകൊണ്ട് ദീർഘവീക്ഷണത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമില്ല. ഇപ്പം നമുക്ക് ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, സംഭവിക്കാൻ പോകുന്നു ഏറെക്കുറെ മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. ഇറാഖിൽ സംഭവിച്ചത്, സിറിയയിൽ സംഭവിച്ചത്, ഇപ്പോൾ ഇന്ത്യയിലേക്ക് അതിൻ്റെ കാറ്റ് അടിച്ചിരിക്കുന്നത്, അത് പിടിമുറുക്കിയിട്ടുള്ളൂ. കരികൾ ഇങ്ങനെ നീക്കിക്കൊണ്ടുവരിക. അപ്പോൾ എവിടെ സഭയുടെ വളർച്ച എവിടെയാണെന്ന് ചോദിച്ചാൽ, എവിടെ നമുക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നോ, എവിടെ നമ്മൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നോ, അവിടെയാണ് ക്രിസ്തീയ സഭ ഇതുവരെ വളർന്നതായിട്ട് കാണുന്നത്. 300 വർഷം റോമിൽ ക്രിസ്തുമതം നിരോധിച്ചപ്പോൾ അവസാനത്തെ ക്രിസ്ത്യാനിയെ കൂടി കൊന്നു കുഴിച്ചു മൂടിയിട്ടേ ഞങ്ങൾ വിശ്രമിക്കൂ എന്ന് സത്യപ്രതിജ്ഞ ചെയ്ത രാജാക്കന്മാരുടെ ആ ക്രൂര പീഡനത്തിന്റെ ഇടയിൽ ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികൾ ഇഞ്ചിഞ്ചായിട്ട് കൊന്നൊടുക്കിയതാണ് ഇന്ന് സഭയുടെ ആസ്ഥാനം റോം വത്തിക്കാൻ. ഹല്ലേലൂയ. 2000 വർഷം ഭാരതത്തിൽ തന്റെ മക്കൾ എന്തെങ്കിലും ചെയ്യുമെന്ന് കരുതി കർത്താവ് കാത്തിരുന്നു. ഒരു വൻ വൃക്ഷമായി, നിറയെ ഇലകളും ശാഖകളുമുള്ള ഒരു വൃക്ഷമായിട്ട് നമ്മൾ മാറി. മറ്റു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നാടിന്റെ വികസനത്തിന് മുൻപന്തിയിൽ നിൽക്കുന്നതാണ് തിരുസഭ, സംശയമില്ല. ഞാൻ ജനിച്ചു വളർന്നു വയനാട്ടിലാണ്. ഒരു 50-60 വർഷം മുൻപ് അവിടെ ഒന്നുമില്ലായിരുന്നു. കുറെ കാട്ടാനെയും കുറെ കുടിയേറ്റക്കാരും മാത്രമേ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ സഭ ജനങ്ങളെ സംഘടിപ്പിച്ച് റോഡ് വെട്ടി, സ്കൂള് വന്നു, പള്ളി വന്നു, ജനങ്ങൾ അക്ഷരം പഠിച്ചു. പക്ഷെ സത്യത്തിൽ റോഡ് ആരും വെട്ടും, സ്കൂള് ആരും പണിയും, ആശുപത്രി ആരും നടത്തും. നമ്മുടെ പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് ഇതല്ല. ഇപ്പോൾ സ്കൂള്, ഹോസ്പിറ്റല് അമൃതാന്തമായി നടത്തുന്നുണ്ട്. വലിയ ഹോസ്പിറ്റൽ സൗജന്യമായിട്ട് ഒത്തിരി പേരെ പുട്ടവർത്തിയിൽ ചികിത്സിക്കുന്നുണ്ട്. നല്ല കാര്യമാണ്, കാരുണ്യ പ്രവൃത്തിയാണ് ചെയ്യുന്നത് സൗജന്യമായിട്ട്. വ്യക്തിപരമായിട്ട് എനിക്ക് അറിയാവുന്ന ഒരു മനുഷ്യൻ കത്തോലിക്കനാണ്. കോടീശ്വരന്മാരുടെ ഇടയിലാണ് പാവപ്പെട്ട മനുഷ്യൻ ജീവിച്ചിരുന്നത്. അയാളുടെ ഹാർട്ടിന് ബുദ്ധിമുട്ടായി. പരിശോധനയിൽ ഓപ്പറേഷൻ വേണമെന്ന് മനസ്സിലായി. 3 ലക്ഷം രൂപയാണ് ഓപ്പറേഷൻ്റെ ചെലവ്. 30,000 രൂപ പോലെ അയാളെ കൊണ്ട് കഴിയുന്ന മനുഷ്യനല്ല. അപ്പോൾ അസാധ്യമായ കാര്യമാണ്. അത് വണ്ടി ഓടുന്നത്രയും ഓടട്ടെ എന്ന് കരുതിയിരിക്കുക. സായിയുടെ ആൾക്കാർ പറഞ്ഞു, ഞങ്ങളൊരു എഴുത്ത് തരാം, നീ പുട്ടവർത്തി പോയി നോക്ക്, ഞങ്ങൾ ഉറപ്പൊന്നും പറയില്ല. എഴുത്തുമായിട്ട് ചെന്ന് പരിശോധിച്ച് അവിടെ അഡ്മിറ്റ് ചെയ്യും. ഈ 3 ലക്ഷമാണെന്ന് പറഞ്ഞ ഒരു രോഗമാണ്. ഒരാൾക്ക് കൂടെ നീക്കുക. സൗജന്യമായിട്ട് ആ ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞാൽ, സൗജന്യമായിട്ട് ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞു കൂടെ നിൽക്കുന്ന ആൾക്ക് ഇയാൾക്ക് സൗജന്യമാണ് ഭക്ഷണം.
ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ചോദിച്ചു, നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയാണ് പോകേണ്ടത്? ചാലക്കുടി വരെയുള്ള 2 ട്രെയിനിൻ്റെ ടിക്കറ്റ് എടുത്തു കൊടുത്തു. ഇതൊക്കെ തമ്പുരാന്റെ സന്ധിയിൽ വിലയില്ലാത്ത കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇതൊക്കെ നമ്മുടെ രണ്ടാമത്തെ കാര്യമാണ്. സ്കൂള്, കോളേജ്, റോഡ്, പാലം, കെട്ടിടം, എസ്റ്റേറ്റ്, ഇതൊക്കെ രണ്ടാമത്തെ പണിയാണ്. ഒന്നാമത്തെ പണി എന്താണ്? 1 കൊരിന്ത്യർ 9:16. അതാണ് ഒന്നാമത്തെ പണി. ആരെങ്കിലും മാമോദീസ സ്വീകരിച്ചിട്ടുണ്ടോ? ജ്ഞാനസ്നാനം സ്വീകരിച്ചിട്ടുണ്ടോ? സ്റ്റൈലി ലേബർ എന്ന് പറയുന്ന കുദാശ സ്വീകരിച്ചിട്ടുണ്ടോ? അവന്റെയും അവളുടെയും ഒന്നാമത്തെ ജോലി 1 കൊരിന്ത്യർ 9:16 പറയുകയാണ്, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. ഹല്ലേലൂയ. അച്ഛന്മാരെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റുമോ? ലോകം മുഴുവനും ഏതാണ്ട് 740 കോടിയിലധികം വരുന്ന ജനത്തിനോട് വൈദ്യർക്ക് മാത്രം പറ്റുമോ? പറ്റില്ല. വൈദ്യർക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത സ്ഥലത്ത് നമുക്ക് കടന്നു ചെല്ലാൻ പറ്റും. 69 ഇന്ത്യൻ ആർമിയിൽ ചേരുകയുണ്ടായി. അപ്പൊ എന്റെ സ്വപ്നം ഇല്ലായിരുന്നു പട്ടാളക്കാരൻ എത്രമാത്രം പ്രൊമോഷൻ വാങ്ങിക്കാൻ പറ്റുമോ വാങ്ങിക്കണം. നാട്ടിൽ വന്ന് എക്സമിലിറ്റിയാണ് ചുമ്മാ കറങ്ങി നടക്കരുത്. ഏതെങ്കിലും നല്ല ജോലി കരസ്ഥമാണ്. ഏത് കോഴ്സ് പാസ്സായാലാണ് നാട്ടിൽ ജോലിക്ക് സാധ്യതയുള്ളത്? ഇന്ത്യൻ ആർമിയിൽ ഏറ്റവും പ്രയാസപ്പെട്ട കോഴ്സ് തന്നെയാണ് തിരഞ്ഞെടുത്ത് ഫിസിക്കൽ ട്രെയിനിങ്. 5 കമാൻഡ് സ്കൂളുകൾ ഒരേ സമയത്ത് കോഴ്സ് ആരംഭിക്കുക. 3 മാസത്തെ കോഴ്സ്, സിവിലിയൻ ലൈഫിന്റെ കോഴ്സ്. അതിൽ 70% മേൽ മാർക്ക് കിട്ടുന്നവരെ തിരഞ്ഞെടുത്ത് പൂനെ സെൻട്രൽ സ്കൂളിലേക്ക് അയക്കും. അവിടെ 6 മാസത്തെ കോഴ്സ് ഉണ്ട്. അത് കഴിയുമ്പോഴാണ് APTC സർട്ടിഫിക്കറ്റ് കിട്ടുന്ന. ആർമി ഫിസിക്കൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ കോഴ്സ് പൂർത്തിയാക്കിയ സർട്ടിഫിക്കറ്റ്. ഏതെങ്കിലും സ്കൂളിൽ ഡ്രിൽ മാസ്റ്ററായിട്ട് ജോലിയിൽ പ്രവേശിച്ചാൽ നല്ല ശമ്പളമാണ്. മിലിറ്ററി പെൻഷൻ അത് കിട്ടും. കുറച്ച് റബ്ബറൊക്കെ കൊണ്ടുപോയി വയനാട്ടിൽ നട്ടുപിടിപ്പിച്ചു. അപ്പം റബ്ബർ തോട്ടത്തിൻ്റെ ആദായം, മിലിറ്ററി പെൻഷൻ. ഇനി ജോലിയുടെ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ 2 മാസത്തെ അവധിക്ക് വന്നപ്പോൾ എത്രയോ പെൺകുട്ടികളെ കണ്ടു വിവാഹത്തിന് വേണ്ടി. ചിലത് അവർക്ക് ഇഷ്ടപ്പെടുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടില്ല, എനിക്ക് ഇഷ്ടപ്പെടുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെ 2 മാസത്തെ അവധിക്ക് പെണ്ണ് കാണൽ ചടങ്ങ് നടന്നതല്ല, കെട്ട് നടന്നില്ല. നടക്കാത്തതിന്റെ കാരണം സുഭാഷിതം 16:1. സുഭാഷിതം 16:1. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമ തീരുമാനം കർത്താവിൻ്റെതാണ്. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമ തീരുമാനം കർത്താവിൻ്റെതാണ്. ചില കുട്ടികളെ നമുക്ക് കാണണം, ഒരു കുട്ടിക്കാലം മുതൽ അച്ഛനാകണം, സ്വത്താകണം എന്ന് പറഞ്ഞവരും ഒരു ഡിഗ്രി ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോഴവർ വേറെ വഴിയിലേക്ക് തിരിയും. മറ്റു ചില കുട്ടികൾ എന്നെ തല്ലിക്കൊന്നാലും ഞാൻ മടത്തി പോകില്ല, അല്ലെങ്കിൽ സെമിനാരിൽ പോകില്ലെന്ന് പറഞ്ഞൊരു വൈദികരാണ്, സിസ്റ്റേഴ്സാണ്. അപ്പൊ ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 29:11. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം അധ്യായം 29:11. നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട്. ഇത്രയും വെളിപ്പെടുത്തി തരും ദൈവം. ആരുടെയും നാശത്തിനുള്ള പദ്ധതി ദൈവത്തിന്റെ ലിസ്റ്റിലില്ല. എല്ലാവർക്കും ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതിയാണ്. എന്നെയെ കുറിച്ച് ഞാൻ എന്റെ പദ്ധതിയാണ് PG ഇൻസ്ട്രക്ടർ ആകണം, പെൻഷൻ വരണം, ജോലിയുള്ള പെണ്ണിനെ കല്യാണം കഴിക്കണം, റബ്ബർ. ഇതൊന്നും തെറ്റല്ല. ഒരു വ്യക്തിക്ക് അനുവദനീയ കാര്യങ്ങൾ മാത്രമേ ഞാൻ സ്വപ്നം കണ്ടിട്ടുള്ളൂ. പക്ഷെ ദൈവത്തിന് എന്നെ കുറിച്ച് പദ്ധതി ഉണ്ടായിരുന്നു. അത് ഘട്ടം ഘട്ടമായിട്ടാണ് ദൈവം വെളിപ്പെടുത്തി തരുന്നത്. അവിടെ 2 മാസത്തെ അവധിക്ക് വന്ന് വിവാഹം നടന്നില്ല, ജോലി കഴിഞ്ഞ് തിരിച്ചുപോയി. പഴയ സുഹൃത്തുക്കൾ ഞാൻ വരാൻ കാത്തിരിക്കുകയാണ്. വിലപിടിപ്പുള്ള മദ്യക്കുപ്പിയെല്ലാം വാങ്ങിച്ചു വെച്ച് ആഘോഷിക്കാനായിട്ട്. എനിക്ക് എന്നെ തന്നെ വിശ്വാസമില്ല. ഞാൻ പോയി കഴിഞ്ഞാൽ ആ ക്യാമ്പിൽ, അത് ഹിമാലയത്തിലെ കൊടും തണുപ്പിൽ മദ്യപിക്കാതെ പുകവലിക്കാതെ ജീവിക്കാൻ എനിക്ക് പറ്റുമോ എനിക്കറിയില്ല. ആ സമയത്ത് ഞാൻ ജോലി കഴിയുമ്പോഴേ മുറിയിൽ കയറി കഥകടച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു പതിവ്. ചില പ്രശ്നങ്ങളുള്ള വ്യക്തികൾ, അന്യമതസ്ഥരാണ്, ബ്രാഹ്മൺസാണ്, ചില പ്രശ്നമുള്ള വ്യക്തികൾ അവരുടെ ബുദ്ധിമുട്ട് പറയാനായിട്ട് വന്നു. എന്നിൽ കത്തി ജ്വലിച്ച് നിൽക്കുന്ന ആ വിശ്വാസത്തോടെ ഞാൻ അവർക്ക് വാക്ക് കൊടുത്തു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, യേശു ക്രിസ്തു നിങ്ങളെ സഹായിക്കും. അവിടെ ചെറിയ അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥനാ ഗ്രൂപ്പിലേക്ക് നാനാജാതി മതസ്ഥർ വരാൻ തുടങ്ങി. അങ്ങനെ എല്ലാ ദിവസവും 1.5 മണിക്കൂർ പ്രാർത്ഥിക്കുകയും അവിടെ അവർക്ക് ഭാഷാവരം കിട്ടുന്നു, ദർശനവരം കിട്ടുന്നു. ഞാൻ ഈ ഭാഷാവരം ധ്യാനം കൂടിയിട്ടും ഭാഷാവരത്തിലൊന്നും എനിക്ക് വിശ്വാസമില്ല. ഇതുവരെ ബഹളം വയ്ക്കുന്നതാണ്. ദർശനം അതൊരു വസ്തുവിലേക്ക് നോക്കി കണ്ണടയ്ക്കുമ്പോൾ രൂപം മനസ്സിൽ തെളിയും. ഇതൊക്കെ ആയിരിക്കാം ഒരു ദർശനം എന്ന് പറയുന്നത്. പക്ഷെ അവിടെ വിജാതി മക്കൾ ഭാഷാവരത്തിൽ സ്തുതിക്കുന്നു. അവർക്ക് ദർശനം കിട്ടുന്നു, പ്രബോധനം കിട്ടുന്നു. അതൊക്കെ ഞാൻ എഴുതി വയ്ക്കാൻ തുടങ്ങി. അതിൽ 99% ഇതിനിടയ്ക്ക് നടന്നിട്ടുണ്ട്. അങ്ങനെ പലരും മാമോദീസ സ്വീകരിക്കാൻ താല്പര്യം കാണിക്കുക. അത് പാൽപ്പൊടി കൊടുത്തിട്ടല്ല, അത് കഴുത്തിൽ കത്തി വെച്ചിട്ടല്ല, അതൊരു മതം മാറ്റലല്ല. അവർ ദൈവത്തിന്റെ അനുഭവം കിട്ടിയപ്പോൾ അവർ മതം അവരെ ക്രിസ്തുമതത്തിലേക്ക് വരാൻ താല്പര്യം കാണിക്കുക. ഞാൻ അവരെ നിരുത്സാഹപ്പെടുത്തി. മതം മാറ്റം അത്ര പെട്ടെന്ന് എടുക്കേണ്ട ഒരു തീരുമാനം എടുക്കേണ്ട കാര്യമല്ല. മനുഷ്യന്റെ മനസ്സിനാണ് ആദ്യം മാറ്റം വരേണ്ടത്. പലരും പിന്മാറി.